പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് റദ്ദാക്കാൻ പരാതിക്കാരിയായ പെൺകുട്ടി പ്രതിഭാഗവുമായി രേഖകൾ ഒപ്പിട്ടു. അതേസമയം കേസിൽ മുഖ്യപ്രതി രാഹുലിന് അനുകൂലമായി പരാതിക്കാരി മൊഴി മാറ്റിയതോടെ അന്വേഷണ സംഘവും നടപടികൾ ഊർജിതമാക്കി. അടുത്തയാഴ്ച കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പരാതിക്കാരി ഇന്നലെ സമൂഹമാധ്യമത്തിലൂടെ മൊഴി മാറ്റിയത് മലയാളികൾ ഞെട്ടലോടെയാണ് കേട്ടത്. അതിനു പിന്നാലെയാണ് പ്രതിഭാഗം അഭിഭാഷകനായ ഷമീം ബക്സാൻ കേസ് റദ്ദാക്കാനുള്ള നടപടികളുമായി പരാതിക്കാരി സഹകരിച്ചതായുള്ള കാര്യം വെളിപ്പെടുത്തിയത്. തിരുവനന്തപുരത്ത് വെച്ച് നവവധു കേസ് തീർക്കാനുള്ള രേഖകളിൽ ഒപ്പിട്ടതായി അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 29-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഈ കേസ് കോഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ടുള്ള അഫിഡവിറ്റും വക്കാലത്തും തിരുവനന്തപുരത്ത് വെച്ച് തന്നിട്ടുണ്ട്. ആയതിന് നടപടിക്രമം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ നമ്മൾ കേസ് കോഷ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫയൽ ചെയ്തിട്ടുണ്ട്. അതിനിടെ 5 പ്രതികളുള്ള കേസിൽ 3000-ഓളം പേജുള്ള കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. യുവതിയുടെ രഹസ്യമൊഴി നേരത്തെ തന്നെ രേഖപ്പെടുത്തിയതിനാൽ പുതിയ മൊഴിമാറ്റം അന്വേഷണത്തെ ബാധിക്കില്ലെന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് പോലീസ് അടുത്താഴ്ച കുറ്റപത്രം സമർപ്പിക്കുക. അന്വേഷണ ഉദ്യോഗസ്ഥനായ ഫറോക്ക് ACP സജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിലാണ് ഇതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.